ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പരിവാഹന്റെ സൈറ്റ് വഴി എങ്ങനെ ഓൺലൈനായി ഡ്രൈവിംഗ് ലൈസൻസിൽ മൊബൈൽ നമ്പർ അപ്ഡേഷൻ നടത്താമെന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നിലവിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഗുണഭോക്താക്കളായ എല്ലാ വ്യക്തികൾക്കും കഴിഞ്ഞ ദിവസം ഇതുപോലൊരു മെസ്സേജ് ലഭിച്ചിട്ടുണ്ട്. അതായത് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ അറിയിപ്പ് അനുസരിച്ച് എല്ലാ ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകളും അവരുടെ ലൈസൻസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് നൽകേണ്ടതാണ്. ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന നമ്പറാണ് പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നൽകേണ്ടത്. പരിവാഹന്റെ സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് മൊബൈൽ നമ്പർ അപ്ഡേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടത്. നിലവിൽ പരിവാഹന്റെ സൈറ്റ് വഴി ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട ഏതൊരു സേവനങ്ങൾക്കും OTP ഒതന്റിക്കേഷൻ പ്രോസസ്സ് ഉണ്ടായിരിക്കുന്നതാണ്. മൊബൈൽ നമ്പർ ലൈസൻസിനോട് ബന്ധിപ്പിക്കാത്തവർക്ക് OTP ലഭിക്കാതെ സർവീസ് ഉപയോഗിക്കാനാവില്ല. ലൈസൻസ് പുതുക്കൽ, ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ്, അഡ്രസ് മാറ്റം തുടങ്ങിയ എല്ലാ സേവനങ്ങൾക്കും മൊബൈൽ OTP ആവശ്യമാണ്. അതിനാലാണ് എല്ലാവരും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെന്നത് നിർബന്ധമാക്കിയത്. ഇതിനകം ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ വീണ്ടും അപ്ഡേഷൻ നടത്തേണ്ടതില്ല. എങ്ങനെ ഓൺലൈനായി മൊബൈൽ നമ്പർ അപ്ഡേഷൻ നടത്താമെന്ന് നോക്കാം. ഗൂഗിളിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്ത് ഇതിൽ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. വെഹിക്കിളുമായി ബന്ധപ്പെട്ടതും ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ടതുമായ ഓൺലൈൻ സേവനങ്ങൾ ചെയ്യേണ്ട പോർട്ടലാണ് പരിവാഹൻ. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിലെ ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനോ അതല്ലെങ്കിൽ പരിവാഹൻ.gov.in എന്നുള്ള ഓപ്ഷനോ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഏറ്റവും മുകളിലായി നൽകിയിരിക്കുന്ന ഓൺലൈൻ സർവീസസ് എന്നുള്ള ഓപ്ഷനിലെ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് വന്നിരിക്കുന്ന ഈ അലേർട്ട് മെസ്സേജ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതല്ല എങ്കിൽ മൊബൈൽ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും മതിയാകും. ശേഷം നെക്സ്റ്റ് വരുന്ന പേജിൽ കേരള എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് നൽകുക. അടുത്തായിട്ട് വരുന്ന അലേർട്ട് മെസ്സേജിൽ സ്കിപ്പ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ശേഷം ലഭിക്കുന്ന ഈ ഒരു പേജിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്താണ് മൊബൈൽ നമ്പർ അപ്ഡേഷൻ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ആധാർ നമ്പർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആധാർ നമ്പർ കൃത്യമായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. ജനറേറ്റ് OTP എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് വന്നിരിക്കുന്ന OTP മെസ്സേജ് കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം പേജിന്റെ താഴെയായി കൊടുത്തിരിക്കുന്ന ഈ ഒരു 3 ഡിക്ലറേഷൻസ് കൃത്യമായിട്ടൊന്ന് ടിക്ക് ചെയ്തതിനു ശേഷം ഒതന്റിക്കേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. OTP ലഭിച്ചിട്ടില്ല എങ്കിൽ റീസെന്റ് OTP എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ OTP മെസ്സേജ് വീണ്ടും ലഭിക്കുന്നതാണ്. ഞാനിവിടെ ഡിക്ലറേഷൻ ബോക്സുകൾ ടിക്ക് ചെയ്തതിന് ശേഷം ഒതന്റിക്കേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡറുടെ വിവരങ്ങൾ അടങ്ങിയ ഒരു പേജ് ആയിരിക്കും. ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകിയാൽ മതിയാകും. ശേഷം നെക്സ്റ്റ് വരുന്ന പേജിൽ സെലക്ട് ക്രൈറ്റീരിയ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന ഭാഗത്ത് DL നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ആണ് നൽകേണ്ടത്. ഡ്രൈവിംഗ് ലൈസൻസിന്റെ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് ഡിഫോൾട്ട് ആയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്നത് പേരും ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസും ഡേറ്റ് ഓഫ് ബർത്തും നിലവിലെ മൊബൈൽ നമ്പറും കാണിച്ചുകൊണ്ടുള്ള ഈ ഒരു പേജാണ്. ഇതിൽ പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുകയാണ് വേണ്ടത്. പ്രൊസീഡ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നെക്സ്റ്റ് വരുന്ന പേജിൽ ന്യൂ മൊബൈൽ നമ്പർ, കൺഫേം മൊബൈൽ നമ്പർ, റീസൺ ഈ കാര്യങ്ങളാണ് നൽകേണ്ടത്. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൺഫേം ന്യൂ മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ വീണ്ടും ഇതേ സെയിം നമ്പർ തന്നെ ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റീസൺ ഫോർ ചേഞ്ച് എന്നുള്ള ഓപ്ഷനിൽ അപ്ഡേറ്റ് എന്ന് നൽകിയാൽ മതിയാകും. അതിനുശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. വീണ്ടും ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നതാണ്. ഈ ഒരു OTP മെസ്സേജ് കൃത്യമായി ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകിയതിനു ശേഷം വെരിഫൈ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. ശേഷം വരുന്ന പേജിൽ വീണ്ടും പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്നുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇത്രയും ചെയ്യുന്നതോടുകൂടി മൊബൈൽ നമ്പർ അപ്ഡേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്നുള്ള മെസ്സേജ് സ്ക്രീനിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജും ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസിനായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.